AJBS മാനാംകുളമ്പ് എന്ന നമ്മുടെ വിദ്യാലയം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ശ്രീ ബാബുരാജാണ് ഇപ്പോഴത്തെ മാനേജർ. എങ്കിലും മാനേജ്മെൻറ്റ് അംഗങ്ങളായ സുജയും ജയിയും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഹെഡ് മാസ്റ്റർ ശ്രീ സതീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരുമായി 9 പേരുടെ നിസ്വാർത്ഥ സേവനത്തോടെ ഈ വിദ്യാലയം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ PTA, MPTA, വിവിധ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, സമൂഹത്തിലെ നല്ലവരായ നാട്ടുകാർ, വിരമിച്ച അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹായ സഹകരണം പ്രശംസനീയാർഹമാണ്. കൂടാതെ സർവോപരി വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന കണ്ടാത്ത തറവാടംഗം ശ്രീ ഭഗവൽദാസ് സാറിന് നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ മികവേറിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2024 ജൂൺ 1 പ്രവേശനോത്സവത്തോടുകൂടി ഈ വർഷത്തെ ക്ലാസുകൾ ആരംഭിച്ചു. 1ാം ക്ലാസ്സുകാരെ അക്ഷരകിരീടം അണിയിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സ്വർണ്ണമണി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ വകയായ സൗജന്യ ബാഗും നോട്ട് ബുക്കും, ധർമ്മധാര സംഘടന വകയായി നോട്ട് ബുക്ക്, പെൻസിൽ, പേന എന്നിവയും കുട്ടികൾക്ക് കണ്ടാത്ത് തറവാട് അംഗം ശ്രീ ഭഗവൽദാസ് സാർ വിതരണം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണം, പ്ലക്കാർഡ് നിർമ്മാണം, ക്വിസ് മത്സരം, പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടം എന്നിവ നിർമ്മിച്ചു. ജൂൺ 19 മുതൽ 25 വരെ നടത്തിയ വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾ അടുത്തുള്ള വായനശാല സന്ദർശിച്ച് പുസ്തകങ്ങളുടെ പേര്, രചയിതാക്കളുടെ പേര് എന്നിവ ലിസ്റ്റ് ചെയ്തു. അസംബ്ലിയിൽ PN പണിക്കരെ അനുസ്മരിച്ചു. ജീവചരിത്രക്കുറിപ്പ്, വായനാക്കുറിപ്പ് എന്നിവ തയ്യാറാക്കി മാഗസിൻ നിർമ്മിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട ഈ സമൂഹത്തിൽ അതിനെതിരെ ചിന്തിക്കുന്നതിന് വേണ്ടി ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി വീഡിയോ പ്രസൻറ്റേഷൻ, പോസ്റ്റർ നിർമ്മാണം എന്നിവ നടത്തി. ജൂലൈ 21 ചാന്ദ്രദിനം സമുചിതമായി ആഘോഷിച്ചു. കുട്ടികൾ ചാന്ദ്രയാത്രികരായി വേഷം കെട്ടി. ചാന്ദ്രദിന പ്രദർശനം, പ്രത്യേക അസംബ്ലി, ചാന്ദ്രദിന പാട്ടുകൾ, സ്ലൈഡ് ഷോ എന്നിവ നടത്തി. ജൂലൈ 26 നടത്തിയ ജനറൽ ബോഡി യോഗത്തിൽ മികച്ച കുട്ടികൾക്ക് എൻഡോമെൻറ്റ് വിതരണം ചെയ്തു. കൂടാതെ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിന്ധ്യമോൾ, LSS നേടിയ ആരാധ്യ എന്നിവരെ അനുമോദിച്ചു. ഓഗസ്റ്റ് 14 ദേശാഭിമാനി അക്ഷരമുറ്റ ക്വിസ് മത്സരം നടത്തി. അതിൽ അൽസാബിത്തും അരുൺ കൃഷ്ണയും വിജയികളായി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. പ്രസംഗം, ദേശഭക്തി ഗാനാലാപനം, ഡാൻസ് എന്നിവ നടത്തി. സെപ്റ്റംബർ 12 നടത്തിയ ഓണാഘോഷ പരിപാടിയിൽ രക്ഷിതാക്കൾ പൂക്കളം തീർക്കുകയും സദ്യ ഒരുക്കുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 25 നടത്തിയ വാങ്മയ പരീക്ഷയിൽ 4ാം ക്ലാസ്സിലെ അരുൺ കൃഷ്ണയും അനന്യ കൃഷ്ണയും വിജയികളായി. പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ അനീമിയ എന്ന വിഷയത്തെക്കുറിച്ച് തേങ്കുറിശ്ശി ഹെൽത്ത് സെൻ്ററിലെ RBSK നേഴ്സ് ശ്രീമതി വൈഷ്ണജ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. കൂടാതെ പോഷൻ മാ പദ്ധതിയുടെ ഭാഗമായി കൈകഴുകൽ ദിനം ആചരിച്ചു. തുടർന്ന് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി ജൈവമാലിന്യം, അജൈവമാലിന്യം, മറ്റുള്ളവ എന്നിങ്ങനെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് സ്കൂളിൽ 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. സ്കൂളിൽ പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം, ശുചിത്വ ബോധവൽക്കരണ ക്ലാസ്, ചിത്രരചനാ മത്സരം എന്നിവ നടത്തി. ഒക്ടോബർ 17, 18 തീയതികളിൽ നടത്തിയ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ
15 ഇനങ്ങളിൽ മത്സരിച്ചു. 8 ഇനങ്ങളിൽ എ ഗ്രേഡും 7 ഇനങ്ങളിൽ ബി ഗ്രേഡും ലഭിച്ചു. നവംബർ 8-ന് ചെങ്ങന്നൂർ UP സ്കൂളിൽ വെച്ച് നടത്തിയ വിദ്യാരംഗം സർഗോത്സവ ശില്പശാലയിൽ 3 കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തു. നവംബർ 13, 14, 15, 16 തീയതികളിൽ CA ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ കുഴൽമന്നം ഉപജില്ലാ കലോത്സവത്തിൽ 11 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും മത്സരിച്ചു. 9 എ ഗ്രേഡും 4 ബി ഗ്രേഡും ലഭിച്ചു. സബ് ജില്ലയിൽ 5ാം സ്ഥാനവും കരസ്ഥമാക്കി. ഡിസംബർ 20 ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി പുൽക്കൂട്, ക്രിസ്മസ് ട്രീ എന്നിവ ഒരുക്കി. കരോൾ സംഘം അംഗനവാടിയിലെ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും കേക്ക് വിതരണം ചെയ്തു. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും നൽകി. ജനുവരി 8 2ാം ടേം മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമായി നടത്തിയ ക്ലാസ് PTA യോഗത്തിൽ ശാസ്ത്രോത്സവം, ഗണിതോത്സവം, കലോത്സവം എന്നിവയിൽ വിജയികളായവരെ ട്രോഫി നൽകി ആദരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സ്വർണ്ണമണി ചേച്ചി സ്പോൺസർ ചെയ്ത ബെൽ സ്കൂൾ മാനേജർ ശ്രീ ബാബുരാജ് ഏറ്റുവാങ്ങി. 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി ദേശീയ തലത്തിലുള്ള നാസ് എക്സാം നടത്തി. ഓഗസ്റ്റ് മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ മാതൃകാ പരീക്ഷകളും പ്രതിവാര പരീക്ഷകളും നടത്തി വിലയിരുത്തി. ഇത് സ്വയം ചോദ്യങ്ങൾ വായിച്ച് ഉത്തരമെഴുതാൻ കുട്ടികളെ പ്രാപ്തരാക്കി. ജനുവരി 22 മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ ഹരിതസഭയുടെ മീറ്റിംഗ് കൂടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് മാലിന്യമുക്ത നവകേരളം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ദൃശ്യാവിഷ്കാരവും നടത്തി. സർട്ടിഫിക്കറ്റും ട്രോഫിയും നേടി. ജനുവരി 24-ന് വെറ്റിനറി വകുപ്പിൽ നിന്നും എത്തിയ ശ്രീമതി ദീപ പേ വിഷബാധയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കേണ്ട രീതിയെക്കുറിച്ചും കടിയേറ്റാൽ ചെയ്യേണ്ട മുൻകരുതലുകളെക്കുറിച്ചും വിശദമാക്കി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. പ്രസംഗം, ദേശഭക്തി ഗാനം, ക്വിസ് മത്സരം എന്നിവ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മധുര പലഹാരം നൽകി. ഫെബ്രുവരി 25-ന് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിലെ ശ്രീമതി ശ്രുതി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. കൂടാതെ എല്ലാ ദിവസവും അസംബ്ലി നടത്തുന്നു. അസംബ്ലിയിൽ കഥ, കവിത, ക്വിസ്, പത്രവായന എന്നിവ ഓരോ ക്ലാസ്സുകാരും ഏറ്റെടുത്ത് അവതരിപ്പിക്കുന്നു. എല്ലാ മാസവും യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു. ആഴ്ചയിലൊരിക്കൽ എല്ലാ ക്ലാസ്സുകാർക്കും IT പരിശീലനം നൽകുന്നു. LSS പരിശീലനം ചിട്ടയോടെ നൽകുന്നു. ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് ക്വിസ് മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. കായിക വിദ്യാഭ്യാസത്തിനു വേണ്ടി ആഴ്ചയിലൊരിക്കൽ ഓരോ ക്ലാസ്സിനും PT നൽകി വരുന്നു. കായിക കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളും ലഘു വ്യായാമങ്ങളും നൽകുന്നു. കൂടാതെ LKG മുതൽ 4 വരെയുള്ള എല്ലാ ക്ലാസ്സിലും ടാലൻറ്റ് ടെസ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, മെമ്മറി ടെസ്റ്റ് എന്നിവ നടത്തി മികച്ചവരെ കണ്ടെത്തി ആദരിക്കുന്നു. ഈ വർഷം ഞങ്ങൾ ഏറ്റെടുത്ത തനത് പ്രവർത്തനത്തിൻ്റെ പേര് കുട്ടിക്കൊരു മാഗസിൻ എന്നായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ഒരു വർഷം കുട്ടികൾ രൂപപ്പെടുത്തിയ സർഗസൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ കുട്ടിക്കും ഓരോ മാഗസിൻ തയ്യാറാക്കി. അച്ചടക്കത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്നതോടൊപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കും മുൻകരുതൽ നൽകി വരുന്നു. ഇതിനുവേണ്ടി സ്കൂൾ സമയത്തിന് പുറമെ അധ്യാപകർ കൃത്യമായ ടൈം ടേബിളോടുകൂടി ഡ്യൂട്ടി ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട, മെച്ചപ്പെട്ട ഉച്ചഭക്ഷണം എന്നിവ നൽകി വരുന്നു. ഓരോ വിഭാഗത്തിനുമുള്ള സ്കോളർഷിപ്പുകൾ അതാത് സമയങ്ങളിൽ അപേക്ഷ നൽകുകയും അവ ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച PTA, MPTA,
നല്ലവരായ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി LSS